വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ദിവസം ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ക്രിപ്സ് മിഷൻ വരെയുള്ള കാര്യങ്ങളാണ് അല്ലെ. ക്രിപ്സ് മിഷൻ വന്നു, പക്ഷേ എന്താ പറയാ, സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലായിരുന്നു. പക്ഷേ നമ്മൾ പലരും കോൺഗ്രസ് ഉൾപ്പെടെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ എതിർപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണത് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന സമരത്തെ കുറിച്ചാണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതെന്ന് അല്ലെ. 1942 എന്ത് നടന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് അല്ലെ. എന്താണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്നൊക്കെ പറഞ്ഞ? അതായത് ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയമായിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്നാന്ന് ചോദിച്ചാൽ 1942 ഓഗസ്റ്റ് മാസം 8 തീയതിയാണ്. ഓഗസ്റ്റ് മാസം 8 തീയതി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുകയാണ്. ആരാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കണേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെയിൽ ചേർന്ന യോഗത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്? ഇന്ത്യ വിട്ടു പോവാന്നാണ്. ആരാണ് ഈ പ്രമേയം പാസ്സാക്കിയപ്പോ അല്ലെങ്കിൽ പ്രമേയം അവതരിപ്പിച്ചത്? അതാദ്യം നമുക്ക് മനസ്സിലാക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് വേറെയാണ്. യൂസഫ് മെഹർ അലി. യൂസഫ് മെഹർ അലി. അപ്പൊ യൂസഫ് മെഹർ അലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് അവതരിപ്പിച്ചത്. പക്ഷെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ എന്താണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം? ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം, ബോംബെയില് ഗോവാലിയ ടാങ്ക് മൈതാനം എന്ന് പറയുന്ന മൈതാനത്താണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം നമ്മള് എന്താ പറയുന്നത്, അവതരിപ്പിക്കുന്നത്. ഈ എന്താ പറയാ, മൈതാനത്തിന്റെ ഇപ്പോഴത്തെ പേര് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. ആഗസ്റ്റ് ക്രാന്തി മൈതാനം, ആഗസ്റ്റ് ക്രാന്തി മൈതാനം ട്ടോ. ആഗസ്റ്റ് ക്രാന്തി മൈതാനം. ഇനി നമുക്ക് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലേക്ക് വരാം. എന്താണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലൂടെ? ബ്രിട്ടീഷുകാര് ഇന്ത്യ വിട്ടു പോകണമെന്നും ഇന്ത്യക്കാർക്ക് അധികാരം കൈമാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ട എന്താ പറയുന്നത് പ്രമേയത്തെയാണ്, ചരിത്ര പ്രമേയമായിട്ടുള്ള പ്രമേയത്തെയാണ്, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രമേയത്തെയാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്ന് പറയുന്നത്. എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്നും ഇന്ത്യക്ക് അധികാരം കൈമാറ്റി തരണമെന്നും, അതായത് ബ്രിട്ടീഷുകാർ വിട്ടുപോയി ഇന്ത്യക്ക് അധികാരം കൈമാറി തരണമെന്നും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള എന്താണ് കോൺഗ്രസ്സുകാരുടെ ഈ പ്രമേയത്തെയാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്ന് പറയുന്നത്. 1942 ഓഗസ്റ്റ് മാസം 8 തീയതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തില് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വലിയ ഒരു എന്താ പറയുന്നത് മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ആ മീറ്റിംഗിൽ വെച്ച് ഒരു പ്രമേയം പാസ്സാക്കുകയും ആ പ്രമേയത്തെയാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്ന് പറയുന്നത്. ആ പ്രമേയം അവതരിപ്പിക്കുകയാണ് ജവഹർലാൽ നെഹ്റു. എന്താ പ്രമേയത്തിൽ പറയണേ? നിങ്ങള് ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിട്ടു പോകണം, ഞങ്ങൾക്ക് എന്ത് തരണം? സ്വാതന്ത്ര്യം തരണം. എന്നാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുകയൊക്കെ ചെയ്തു, അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ യൂസഫ് മെഹർ അലി എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് എന്ത്? ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന വാക്ക്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? നമ്മുടെ യൂസഫ് മെഹർ അലി എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നത്ര? ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം എന്താണ്? ഓഗസ്റ്റ് 9. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാര് ഈ പ്രമേയം പാസ്സാക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. അപ്പൊ ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടത് കൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ക്രിപ്സ് മിഷൻ വലിയ വരവൊക്കെ ഇവിടെ വന്നു. എന്നിട്ട് നമുക്ക് പുത്രികാരാജ്യ പദവി തരാം, സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അവകാശം തരാം അല്ലെ, പ്രതിരോധം ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളും ഇടപെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഇടക്കാല സർക്കാരിനെ രൂപീകരിക്കാനുള്ള അവകാശം തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് പൂർണ്ണമായും പരാജയമായി. ആ പരാജയത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പ്രക്ഷോഭം ആരംഭിച്ചത് 42-ലാണ്. ക്ലിയർ ആയിട്ട് 42 ഓഗസ്റ്റ് 8-നാണ്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമയത്ത് ആരായിരുന്നു ഇവിടുത്തെ വൈസ്രോയ്? ലിൻ ലിത്ഗോ പ്രഭു ആണ്. ലിൻ ലിത്ഗോ പ്രഭു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയ് എന്നും കൂടി ഓർത്തു വയ്ക്കാം.
ഇനി അടുത്തത്, ഗാന്ധിജി കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം എങ്ങനെയാ പ്രചരിപ്പിച്ചത്? ഗാന്ധിജി കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ്. അപ്പൊ ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിലൂടെ കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം ആരവതരിപ്പിച്ചു? ഗാന്ധിജി അവതരിപ്പിച്ചു. ഇതിന്റെ പരിണിത ഫലമായിട്ട് 1942 ഓഗസ്റ്റ് മാസം 9 ഗാന്ധിജി ജയിലിൽ അടയ്ക്കപ്പെട്ടു, അല്ലെങ്കിൽ അറസ്റ്റിലായി. കിറ്റ് ഇന്ത്യ പ്രമേയവുമായി അല്ലെങ്കിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി എന്താണ് തടവിലാക്കി. അങ്ങനെ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് ഏത് ജയിലിലാണ്? ആഗാഖാൻ കൊട്ടാരത്തിലാണ്. എവിടെയാണ്? ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജിയെ തടവിലാക്കിയത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം. ഇനി കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വളരെ പ്രധാനപ്പെട്ട വ്യക്തി ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണൻ, അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ജയപ്രകാശ് നാരായണനെ കിറ്റ് ഇന്ത്യ സമരനായകൻ എന്ന് വിളിക്കുന്നു. അപ്പൊ കിറ്റ് ഇന്ത്യ സമരനായകൻ ജയപ്രകാശ് നാരായൺ ആണെങ്കിൽ അരുണ അസഫ് അലിയെ കിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിളിക്കുന്നു. അപ്പൊ കിറ്റ് ഇന്ത്യ സമരനായിക അരുണ അസഫ് അലിയാണ്. ജയപ്രകാശ് നാരായണൻ കിറ്റ് ഇന്ത്യ സമരനായകൻ, അതുപോലെ തന്നെ അരുണ അസഫ് അലി കിറ്റ് ഇന്ത്യ സമര നായിക. ഇനി ജയപ്രകാശ് നാരായണനെയും അതുപോലെ അരുണ അസഫ് അലിയെയും ഒക്കെ കൂടാതെ റാം മനോഹർ ലോഹ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇതിലെ പ്രധാനപ്പെട്ട നേതാവാണ്. റാം മനോഹർ ലോഹ്യ, റാം മനോഹർ ലോഹ്യ എന്ന് പറയുന്ന വ്യക്തി. ഇനി കിറ്റ് ഇന്ത്യ സമര അനുയായികള് ഏത് മുദ്രാവാക്യമാണ് ഉയർത്തിയത്? അത് ആര് പറഞ്ഞു കൊടുത്ത മുദ്രാവാക്യാണ്? ഗാന്ധിജി പറഞ്ഞു കൊടുക്കുകയാണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുക, ഇപ്പോഴെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല. അപ്പൊ ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം കിറ്റ് ഇന്ത്യ സമര കാലത്ത് സമര അനുയായികൾക്ക് പറഞ്ഞു നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഡോക്ടർ കെ ബി മേനോനായിരുന്നു. കേരളത്തിൽ ഡോക്ടർ കെ ബി മേനോനായിരുന്നു നേതൃത്വം കൊടുത്തത്. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിന്റെ പേര് കീഴരിയൂർ ബോംബ് കേസ് എന്നാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. അതിന്റെ നേതാവാണ് നമ്മുടെ ഈ ഡോക്ടർ കെ ബി മേനോൻ എന്ന് പറയുന്ന വ്യക്തി. ഇനി കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ എന്തായിരുന്നു? മുസ്ലിം ലീഗുകാര് എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം? വിഭജിക്കുക, പുറത്തു പോകുക. അവർക്ക് എന്ത് വേണം? പാകിസ്ഥാൻ ഉണ്ടാവണം അല്ലെ? അപ്പൊ വിഭജിക്കുക, പുറത്തു പോകുക, വിഭജിക്കുക, പുറത്തു പോവുക. നേരത്തെ നമ്മൾ പറഞ്ഞു ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇവിടെ ഇവരെന്താ പറയണേ? ഡിവൈഡ് ആൻഡ് ക്വിറ്റ്. എന്താണ് ഡിവൈഡ് ആൻഡ് ക്വിറ്റ്? അതായത് എന്താണ്? വിഭജിക്കുക, പുറത്തു പോകുക. ഇത്രയും കാര്യം പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുകയാണ് 1942. അതായത് ക്രിപ്സ് മിഷൻ ഇവിടെ വന്നു, പൂർണ്ണമായിട്ടും പരാജയമായിരുന്നു. അപ്പൊ ഈ ക്രിപ്സ് മിഷന്റെ പരാജയം നമ്മുടെ കിറ്റ് ഇന്ത്യ പ്രമേയത്തിലേക്ക് അല്ലെങ്കിൽ കിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നമ്മളെ നയിച്ചു. 1942 ഓഗസ്റ്റ് 8 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് ബോംബെയിൽ നടക്കുകയാണ്. അഗസ്റ്റ് ക്രാന്തി മൈതാനത്തിൽ വെച്ചിട്ട് ബോംബെയിൽ ഒരു വലിയൊരു പ്രമേയം നമ്മൾ പാസ്സാക്കുകയാണ്. ആ പ്രമേയത്തില് നമ്മൾ പറയാണ് ബ്രിട്ടീഷുകാരോട് എന്ത് ചെയ്യുക? ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ട് പോകുക, അല്ലെ? ഇന്ത്യ വിട്ടു പോകുക, അധികാരം ഇന്ത്യക്കാർക്ക് കൈമാറുക. അതിനെയാണ് കിറ്റ് ഇന്ത്യ പ്രമേയം എന്ന് നമ്മൾ, അല്ലെങ്കിൽ കിറ്റ് ഇന്ത്യ സമരം എന്ന്, അല്ലെങ്കിൽ കിറ്റ് ഇന്ത്യ പ്രഖ്യാപനം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ പ്രഖ്യാപനം നമ്മൾ നടത്തിയത് ഗുവാലിയ ടാങ്ക് മൈതാനത്തിലാണ്. ആ പ്രഖ്യാപനത്തിന് ഉപയോഗിച്ച ആ മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് അഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. ആ സമയത്ത് ആരായിരുന്നു നമ്മുടെ എന്താ പറയാ വൈസ്രോയി? ലിൻലിത്ഗോ പ്രഭു ആണ്. കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണെങ്കിൽ കൂടി കിറ്റ് ഇന്ത്യ എന്ന വാക്ക് ഉപയോഗിച്ചത് യൂസഫ് മെഹർ അലി എന്ന് പറയുന്ന വ്യക്തിയാണ്. കിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഓഗസ്റ്റ് 9 ഈ കിറ്റ് ഇന്ത്യയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് നാട്ടുകാരെ അറിയിക്കുകയും അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ അതിനൊരു ചൂടുണ്ടാക്കാനും ഗാന്ധിജി കുറേയധികം ലേഖനങ്ങളൊക്കെ എഴുതിയത് ഗാന്ധിജിയുടെ ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിലാണ്.
അല്ലെ? ഇതിന്റെ പരിണിത ഫലമായിട്ട് 1942 ഓഗസ്റ്റ് 9 ഗാന്ധിജിയെ അവർ ജയിലിലടക്കിയാണ് ബ്രിട്ടീഷുകാരെ ജയിലിൽ ആഗാഖാൻ കൊട്ടാരത്തിലാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നേതാക്കൾ ജയപ്രകാശ് നാരായണൻ, അരുണ അസഫ് അലി, റാം മനോഹർ ലോഹ്യ തുടങ്ങിയവരാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകനാണ് ജയപ്രകാശ് നാരായണൻ, സമര നായികയാണ് അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നമ്മൾ ഉപയോഗിച്ച മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ആരാണ് നമുക്കിത് നിർദ്ദേശിച്ചത്? ഗാന്ധിജിയാണ് അല്ലെ? ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മലബാറിൽ നടന്നിട്ടുള്ള ആ ഒരു ലഹളയാണ് അല്ലെങ്കിൽ പ്രശ്നത്തെയാണ് നമ്മൾ കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. അതിന്റെ നേതാവ് ഡോക്ടർ കെ ബി മേനോനാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കേരളത്തിലെ സമരനായകൻ ഡോക്ടർ കെ ബി മേനോനാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യം വിഭജിക്കുക, പുറത്തു പോകുക, ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഒരു ഭാഗമായിട്ടുള്ളൂ ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച്. ഇനി കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കീഴരിയൂർ ബോംബ് കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? കീഴരിയൂർ ബോംബ് കേസ്. ഈ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹിന്ദി നാടകമുണ്ട്. ആ ഹിന്ദി നാടകം ഏത് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയണം വന്ദേ മാതരം എന്നാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഹിന്ദി നാടകം ഏതാ മക്കളെ? വന്ദേ മാതരമാണ് കേട്ടോ. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായ വനിത, ഈ സമയത്ത് ഒരു വനിത വധിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലിയാണ്. പക്ഷേ വധിക്കപ്പെട്ട വനിത മാതങ്കിനി ഹസ്രയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട വനിത മാതങ്കിനി ഹസ്ര. വധിക്കപ്പെട്ട വനിത മാതങ്കിനി ഹസ്ര. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു നോക്കണം കേട്ടോ. ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം. കണ്ടോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് അവസാനത്തെ, ഏറ്റവും അവസാനത്തെ ബഹുജന മുന്നേറ്റം എന്ന് എന്തിനെ വിളിക്കാം? ബഹുജന മുന്നേറ്റം എന്ന അത്രയും വലിയ ഒരു സമരമായിരുന്നു ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സതീഷ് ചന്ദ്ര സാമന്ത എന്ന് പറയുന്ന വ്യക്തി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒരു സമാന്തര ഗവൺമെന്റ് സ്ഥാപിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒരു സമാന്തര ഗവൺമെന്റ് എവിടെ സ്ഥാപിച്ചു? എവിടെയാ സ്ഥാപിച്ച്? ബംഗാളിൽ സ്ഥാപിച്ചു. ബംഗാളിൽ എവിടെയാണ്? താംലൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ ബംഗാളിലെ താംലൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമാന്തര ഗവൺമെന്റിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സതീഷ് ചന്ദ്ര സാമന്തയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു. സതീഷ് ചന്ദ്ര സാമന്ത. എന്തായിരുന്നു ആ എന്താ പറയാ ഗവൺമെന്റിന്റെ പേര്? താമ്ര. എന്താണ്? താമ്ര ലിപ്ത. താമ്രലിപ്ത ജതീയ ഗവൺമെന്റ്. താമ്രലിപ്ത ജതീയ ഗവൺമെന്റ് അല്ലെങ്കിൽ ജതീയ സർക്കാർ. 1942 ഡിസംബർ 7 എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സതീഷ് ചന്ദ്ര സാമന്ത എന്ന് പറയുന്ന വ്യക്തി ബംഗാളിലെ താംലൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമാന്തര ഗവൺമെന്റിന് രൂപം നൽകി. താമ്രലിപ്ത ജതീയ ഗവൺമെന്റ് എന്നാണ് അതിന്റെ പേര്. 1942 ഡിസംബർ 7 ബംഗാളിലെ താംലൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് സതീഷ് ചന്ദ്ര സാമന്ത എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഒരു സമാന്തര ഗവൺമെന്റിന് രൂപം നൽകുന്നു. അതിന്റെ പേരാണ് താമ്രലിപ്ത ജതീയ ഗവൺമെന്റ് അഥവാ ജതീയ സർക്കാർ. അല്ലെ? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഹിന്ദി നാടകം വന്ദേ മാതരം. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായ വനിത മാതങ്കിനി ഹസ്ര. ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി ആരായിരുന്നു നമ്മുടെ വൈസ്രോയി? ആരായിരുന്നു എന്നറിയാലോ? ലിൻലിത്ഗോ പ്രഭു ആയിരുന്നു ആ സമയത്ത് നമ്മുടെ വൈസ്രോയി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി 1857 വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ലിൻലിത്ഗോ പ്രഭു. അപ്പൊ ലിൻലിത്ഗോ പ്രഭുവിന് മനസ്സിലായി ഇത് ചെറിയൊരു സംഭവമല്ല. അപ്പോ 1887 വിപ്ലവം എത്രമാത്രം
പ്രശ്നമുള്ള വിപ്ലവമായിരുന്നു. അതേപോലത്തെ തന്നെ ഗുരുതരമായ ഒരു വിപ്ലവം തന്നെയാണ് എന്താ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞത് ആരാണ്? ലിൻലിത്ഗോ പ്രഭുവാണ്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇത്രയാണ് നമുക്ക് ക്വിറ്റ് ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് സിംല കോൺഫറൻസിനെ കുറിച്ചും വേവൽ പ്ലാനെ കുറിച്ചുമാണ്. എന്താണ് സിംല കോൺഫറൻസ്? ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് പഠിക്കണേ. സിംല കോൺഫറൻസും വേവൽ പ്ലാനും, സിംല കോൺഫറൻസും വേവൽ പ്ലാനും. അപ്പൊ ഈ സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നത് ആരാണ്? വേവൽ പ്രഭുവാണ് സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നത്. എന്താണ്? വേവൽ പ്രഭുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസുകാര്, മുസ്ലിം ലീഗുകാര്, അധകൃത വർഗക്കാര്, യൂറോപ്യൻ സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികൾ അടങ്ങുന്ന 21 സംഘത്തെ 21 അംഗങ്ങളുള്ള സംഘത്തെ എവിടെ വിളിച്ചുകൂട്ടി? സിംലയിൽ വിളിച്ചുകൂട്ടി. അതിനെയാണ് സിംല കോൺഫറൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? എന്ന് 1945 ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് ഈ വേവൽ പ്രഭു ഒരു പ്ലാന് പറയാണ്. വേവൽ പ്രഭു ഒരു പ്ലാൻ അവതരിപ്പിക്കുകയാണ്. 1945 ജൂൺ 14 1945 ജൂൺ 14 ഇദ്ദേഹം ഒരു പ്ലാൻ പറയുകയാണ്. ആ പ്ലാനിനെയാണ് വേവൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയ യോഗത്തെയാണ് ഈ വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയ യോഗത്തെയാണ് സിംല കോൺഫറൻസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സിംല കോൺഫറൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി എന്തൊക്കെയാണ് വേവൽ പ്ലാനിലെ പ്രധാന നിർദ്ദേശങ്ങൾ? നമുക്ക് ഈ നിർദ്ദേശങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ ഓരോ എന്താ പറയാ ഓഫർ അവർ തരുമ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഒരു ഇടക്കാല ഗവൺമെന്റിനെ രൂപീകരിക്കാനുള്ള അവകാശം തരാം, അല്ലെ? ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള അനുമതി തരാം. എന്താണ് ഇങ്ങനെയുള്ള ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചാൽ ഹിന്ദുക്കൾക്കും അതുപോലെ മുസ്ലിങ്ങൾക്കും എന്ത് ചെയ്യാം? തുല്യ പ്രാതിനിധ്യം നൽകാം. ഇനി വീണ്ടും പറയാണ്, മുന്നേ പറഞ്ഞ പോലെ പ്രതിരോധം അവർ നമുക്ക് തരില്ല. പ്രതിരോധം ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള അവകാശം തരാം. വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലും മുഖ്യ സൈന്യാധിപനുമായിരിക്കും. അപ്പോ മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ എന്താണ്? ഗവർണർ ജനറലിന് അധികാരമുണ്ട്. പിന്നെ മുഖ്യ സൈന്യാധിപനും ഗവർണർ ജനറലിനും ഒക്കെയാണ് അധികാരമുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് പറയാണ് ഇത് പരാജയം. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ ഇത് പരാജയപ്പെട്ടു. എന്താ കാരണം? മുസ്ലിം ലീഗില് അംഗത്വമില്ലാത്ത ഒരാളെ പോലും വൈസ്രോയുടെ കൗൺസിലില് അംഗത്വം കൊടുക്കരുതെന്ന് ആര് പറഞ്ഞു? ജിന്ന പറഞ്ഞു. പക്ഷെ ഈ ആവശ്യം ആര് തള്ളിക്കളഞ്ഞു? വേവൽ പ്രഭു തള്ളിക്കളഞ്ഞു. അത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? അപ്പൊ ജിന്നയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോ എന്താണ് ഇവിടെ ഈ മുസ്ലിം ലീഗിന്റെ എന്തുണ്ടാവോ? സപ്പോർട്ട് ഉണ്ടാവോ? ഇല്ല. ഇനി കൗൺസിലിൽ അംഗങ്ങളെ ചേർക്കാൻ വിളിച്ച യോഗത്തിൽ നിന്നും കോൺഗ്രസും മുസ്ലിം ലീഗും വിട്ടുനിന്നു. അപ്പൊ ഇങ്ങനെ ജിന്ന വിട്ടുനിന്നു, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വിട്ടുനിന്നു. അതുകൊണ്ട് തന്നെ സിംല കോൺഫറൻസ് പൂർണ്ണമായിട്ടും പരാജയമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ സിംല കോൺഫറൻസ് എന്തിനാ? വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സിംല കോൺഫറൻസ്. വേവൽ പ്ലാൻ എന്താ വേവൽ പ്രഭുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസുകാരെയും മുസ്ലിം ലീഗുകാരെയും മറ്റ് അധികൃത വിഭാഗങ്ങളെയും യൂറോപ്യൻ സംഘടനകളെയൊക്കെ വിളിച്ചുകൂട്ടി സിംലയിൽ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടുകയാണ്. ഇതിനെയാണ് സിംല കോൺഫറൻസ്. 1945 ജൂൺ 14. അതില് വേവൽ പ്രഭു പറയാണ്, നിങ്ങൾക്ക് ഒരു ഇടക്കാല ഗവൺമെന്റ് തരാം, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യാവകാശം തരാം, പ്രതിരോധം ഒന്നും തരില്ല, ബാക്കി കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ തീരുമാനം എടുക്കാനുള്ള അവകാശം തരാം, ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനായിരിക്കും ബാക്കി അവകാശമൊക്കെ. അങ്ങനെ പറഞ്ഞു. പക്ഷെ അപ്പൊ മുസ്ലിം ലീഗ് പറഞ്ഞൊരു കാര്യം ചെയ്തോളൂ, മുസ്ലിങ്ങൾ ഏതൊക്കെ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിൽ അംഗമാണോ അവരെ മാത്രമാണ് വൈസ്രോയുടെ കൗൺസിലിലേക്ക് അംഗത്വം കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അത് ജിന്നയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ജിന്ന ആരോട് എന്താ പറയാ വേവലിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതായത്
ലീഗിൽ അംഗമുള്ളവരെ മാത്രമൊന്നല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എടുക്കുന്ന ആര് പറയാണ്, വേവൽ പ്രഭു പറയാണ്. അത് ജിന്നയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ ജിന്ന മാറി നിന്നു. പൊതുവേ കോൺഗ്രസ്സുകാർ എപ്പോഴും മാറി നിൽക്കുകയാണ്, അപ്പൊ കോൺഗ്രസ്സുകാർ മാറി നിന്നു. അപ്പൊ രണ്ടു കൂട്ടർ മാറി നിന്നപ്പോൾ പ്ലാൻ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ. അപ്പൊ ഇത്രയാണ് വേവൽ പ്ലാനും സിംല കോൺഫറൻസ്. അതിന്റെ ഇടയിൽ മക്കളെ നമ്മൾ നേരത്തെ കിറ്റ് ഇന്ത്യ പറഞ്ഞില്ലേ, കിറ്റ് ഇന്ത്യ പറഞ്ഞപ്പോൾ ടീച്ചർ 2-3 പോയിന്റ് വിട്ടുപോയി, അതും കൂടി ഇവിടെ ടീച്ചർ പറയാട്ടോ. കിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ എന്താ പറയാ, കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഓരോ സ്ഥലത്തും നേതൃത്വം നൽകിയ ആൾക്കാരെ 1-2 പേരെ ഒന്ന് പഠിക്കണം. സത്താറ എന്ന് പറയുന്ന സ്ഥലത്ത് നാനാ പാട്ടീൽ എന്ന് പറയുന്ന ആള് നേതൃത്വം നൽകി കിറ്റ് ഇന്ത്യ സമരത്തിന്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. കിറ്റ് ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് രഹസ്യമായിട്ട് ഒരു റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിച്ചു. ആ റേഡിയോ സ്റ്റേഷന്റെ പേര് എന്താണെന്നൊന്ന് പഠിക്കുക. സീക്രട്ട് റേഡിയോ എന്നാണ്. എന്താണ്? സീക്രട്ട് റേഡിയോ സ്റ്റേഷൻ എന്നാണ് കേട്ടോ പേര്. ഇത് സംഘടിപ്പിച്ചത്, ഈ സീക്രട്ട് റേഡിയോയുടെ സംഘാടക ഒരു ലേഡിയാണ്. അവരുടെ പേര് ഉഷ മേത്ത എന്നാണ്. ആരാണ്? ഉഷ മേത്ത എന്നാണ്. അതുപോലെ തന്നെ എന്താ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒരു സംഘടന രൂപീകരിക്കാന്ന്, ബ്രിട്ടീഷുകാരുടെ എന്താ പറയാ ദുർവ്യയത്തിനെതിരെ. അതിന്റെ പേര് ആസാദ് ദസ്ത എന്നാണ്. ആസാദ് ദസ്ത. അത് രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണനാണ്. ആരാണ്? ജയപ്രകാശ് നാരായൺ ട്ടോ. ജയപ്രകാശ് നാരായണനാണ്. അപ്പൊ ഇത്രയാണ് കിറ്റ് ഇന്ത്യയിൽ ടീച്ചർ വിട്ടുപോയത്. അപ്പൊ എന്താ പറഞ്ഞ, കിറ്റ് ഇന്ത്യ സമരകാലത്ത് സത്താറയിൽ നേതൃത്വം നൽകിയത് നാനാ പാട്ടീലാണ്. കിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷന്റെ പേര് സീക്രട്ട് റേഡിയോ എന്നാണ്. ഇനി കിറ്റ് ഇന്ത്യ സമരകാലത്ത് ആ സീക്രട്ട് റേഡിയോ സംഘടിപ്പിച്ചത് ഉഷ മേത്ത എന്ന് പറയുന്ന ലേഡിയാണ്. കിറ്റ് ഇന്ത്യ സമരകാലത്ത് ജയപ്രകാശ് നാരായണൻ രൂപീകരിച്ച സംഘടനയുടെ പേര് എന്താണ്? ആസാദ് ദസ്ത എന്നാണ്. അപ്പൊ ഇത്രയാണ് കിറ്റ് ഇന്ത്യ സമരം. ഇനിയിപ്പോ അടുത്ത ദിവസത്തോടു കൂടി നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം, ഇന്ത്യ പരമാവധി സ്വാതന്ത്ര്യം നേടുന്ന രീതിയിലേക്ക് എത്താം. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളെ പഠിക്കാണ്ട് മക്കളെ. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം ഏകദേശം ഇവിടെ നമ്മുടെ അവസാനിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക്, ഇഷ്ടപ്പെട്ട ക്ലാസ്സിലേക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ.